Assalamualaikum, welcome all. This is Dr. Mehnaz here and ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഖത്തറിൽ ഡെന്റിസ്റ്റിന്റെ സ്കോപ്സ്, സാലറി, അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഖത്തറിൽ ഏതൊരാൾക്കും ജനറൽ ഡെന്റിസ്റ്റ് ആയിട്ട് ലൈസൻസ് കിട്ടണമെങ്കിൽ, പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് വാലിഡ് ആയ ഒരു BDS ഡിഗ്രി ഓർ DDS ഡിഗ്രി വേണം. പിന്നെ വേണ്ടത് 2 years എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു മെയിൻ ക്രൈറ്റീരിയ ഖത്തർ പ്രോമെട്രിക് എക്സാം ഫോർ ജനറൽ ഡെന്റിസ്റ്റ് പാസ് ആവാന്നുള്ളതാണ്. എക്സാം 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് 60% മതി, നെഗറ്റീവ് മാർക്കിങ്സ് ഒന്നുമില്ല. അപ്പോൾ ഒരു പ്രോപ്പർ ആയ ഒരു കോച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പാസ്സാവുന്നതേ ഉള്ളൂ. ഒത്തിരി ടഫുള്ള എക്സാം ഒന്നും അല്ല. അപ്പോൾ എക്സാം നമ്മൾ പാസ്സാണ്, നമ്മളൊരു വാലിഡ് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ, 2 years എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ നെക്സ്റ്റ് പ്രൊസീജിയർ ചെയ്യാം. ഡാറ്റ ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രെഡൻഷ്യൽസ്, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാലിഡ് ആണോ ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ജോബ് തുടങ്ങാം. പിന്നെ നമ്മളെ സെലക്ട് ചെയ്യുന്ന ക്ലിനിക്, നമുക്കൊരു ജോബ് ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ ആ ക്ലിനിക് ത്രൂ ആണ് അടുത്ത PSV, അതായത് ലൈസൻസിനുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക്, ഫ്രഷേഴ്സ് ആയിക്കോട്ടെ, ലെസ് ദാൻ 2 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കയറാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതായത് ഒരു ജനറൽ ഡെന്റിസ്റ്റോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡെന്റിസ്റ്റോ സൂപ്പർവൈസറായി നിന്നിട്ട് അവരുടെ മേൽനോട്ടത്തിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലോഗ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഖത്തറിൽ ജനറൽ ഡെന്റിസ്റ്റ് സൂപ്പർവൈസ്ഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, 2 years എക്സ്പീരിയൻസ് കുറവിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു 1 year ആണ് എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ ഇനി ഒരു 1 year ഞാൻ ജനറൽ ഡെന്റിസ്റ്റ് സൂപ്പർവൈസ്ഡ് കാറ്റഗറി ആയിട്ട് വർക്ക് ചെയ്യണം. എന്നാലേ 2 years ആവുള്ളൂ. അപ്പോൾ ആ എക്സ്പീരിയൻസ്, റിക്വയർഡ് പീരീഡ് ഓഫ് എക്സ്പീരിയൻസ് ആവുന്നത് വരെ ഞാനൊരു ലോഗ് ബുക്കിൽ നമ്മൾ കേസ് മെയിൻറ്റെയിൻ ചെയ്യണം. കേസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. 3 anterior RCT, 3 extraction, 3 restoration, അങ്ങനെ മിനിമം ഒരു 15 കേസസ് ഒരു മന്തിൽ ചെയ്യണം. എന്നാലേ ആ ഒരു മന്ത് വാലിഡ് ആയിട്ട് കൂട്ടുള്ളൂ. അങ്ങനെ റിക്വയർഡ് പീരീഡിൽ ഇത്ര കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് ജനറൽ ഡെന്റിസ്റ്റ് സൂപ്പർവൈസ്ഡ് എന്നുള്ള സ്കോപ്പ് മാറ്റിയിട്ട് ജനറൽ ഡെന്റിസ്റ്റിലോട്ട് ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിന് സ്കോപ്പ് ഉണ്ടോ, ഖത്തർ സാച്ചുറേറ്റഡ് ആണോ, സാലറി ഉണ്ടോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഖത്തറിൽ ഈ പറഞ്ഞ പോലെ ജനറൽ ഡെന്റിസ്റ്റ് സൂപ്പർവൈസിന്റെ ജോബ് ഹണ്ടിന് പോയി. ഇപ്പൊ കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ MDS എടുത്തവര് റിക്വയർഡ് എക്സ്പീരിയൻസ് എടുക്കാതെ കയറുന്നവര് മിക്കവരും എന്തായിരിക്കും, അവർക്ക് ഡെന്റിസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് ജനറൽ ഡെന്റിസ്റ്റ് പോസ്റ്റിലായിരിക്കും ഹോസ്പിറ്റൽസിലും ക്ലിനിക്കിലും കയറാം. അപ്പൊ ജനറൽ ഡെന്റിസ്റ്റ് എന്ത് ചെയ്യും? നമുക്ക് ജനറൽ ഡെന്റിസ്റ്റിന് ഈ പറഞ്ഞ പോലെ എക്സ്പോഷർ കുറവാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 6 months ട്രെയിനിങ് പീരീഡ് പോലെ ആയിരിക്കും. ഒന്നെങ്കിൽ സാലറി തീരെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ 1000 ഖത്തർ റിയാൽസ് ആയിരിക്കും, 1500 ഖത്തർ റിയാൽസ് ആയിരിക്കും, ചിലപ്പോൾ കട്ട്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഡിപ്പെൻസ്. അപ്പൊ പിന്നെ ജനറൽ സൂപ്പർവൈസിന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് റെഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് GCC കണ്ടിട്ടും ജോബ് കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ഈസിയുള്ള കാര്യമാണ്. റെഫറൻസിലാണ് അവിടെ എടുക്കുക. പിന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഞാൻ മനസ്സിലാക്കിയത് അറബിക് ലാംഗ്വേജ് ആണ്. അപ്പൊ നിങ്ങൾ ഖത്തറിൽ വേറെ ഏത് GCC കൺട്രീസിൽ പോവാണെന്നുണ്ടെങ്കിൽ അറബിക് ഒരു പ്ലസ് തന്നെയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന് അറബിക് പഠിച്ചിട്ട് GCC പോകുന്നത് ബെസ്റ്റ് ആയിരിക്കും. 2 മാക്സിമം ലൈസൻസ് എടുത്തിട്ട് പോവാൻ. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, ജനറൽ ഡെന്റിസ്റ്റിന്റെ എക്സാം നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ജനറൽ ഡെന്റൽ അസിസ്റ്റന്റിന്റെയോ ഡെന്റൽ ഹൈജീനിസ്റ്റിന്റെ എക്സാം പാസ്സാവേണ്ട ആവശ്യമില്ല. നമുക്ക് ലൈസൻസ് അപ്ലൈ ചെയ്യാം. ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ടോ ഹൈജീനിസ്റ്റ് ആയിട്ടോ വർക്ക് ചെയ്യാം.